ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് എന്തുകൊണ്ടായിരിക്കും നിങ്ങളെ അവഗണിക്കുവാനുള്ള കാരണം എന്നുള്ളൊരു കണ്ടെത്തലാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന്. ടെൻ ഓഫ് സോട്ട്സ്, ജഡ്ജ്മെന്റ്, എയ്സ് ഓഫ് സോട്ട്സ്, ഫോർ ഓഫ് വൺസ്, ഹെർമിറ്റ്, പേജ് ഓഫ് കപ്സ്, ഹാങ്ഡ് മാൻ, ക്യൂൺ ഓഫ് പെൻഡക്കിൾസ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം. നമുക്കിവിടെ ആദ്യം ടെൻ ഓഫ് സോട്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടുതലും ഈ ഒരു വ്യക്തിയുടെ തന്നെ ഭാഗത്ത് നിന്നുണ്ടായ ചില തെറ്റുകളുടെ ഫലമായിട്ടാണ് ഈ ഒരു വ്യക്തി വേദനിക്കുവാൻ കാരണമായത് എന്ന് നമുക്കിവിടെ ഈ ഒരു ടെൻ ഓഫ് സോട്ട്സ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് കെയർ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ മനസ്സ് പൂർണ്ണമായും ക്ഷീണിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഒട്ടുമിക്ക സംഭവങ്ങളും അവരെ ഇമോഷണലി ഡ്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ചിന്ത എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി സ്വയം ചിന്തിക്കുന്നത് എനിക്കിനി ആരെയും ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ചില കാര്യങ്ങളാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ കുറച്ച് അവഗണിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഒരിക്കലും അത് നിങ്ങളെ വേണ്ടെന്നല്ല. അതായത് അവർക്കിപ്പോൾ സ്ട്രെങ്ത് ഇല്ല, അതാണ് അതിൻ്റെ കാരണം. അവർ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്കിവിടെ ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവർ ഇപ്പോൾ ജീവിതത്തെക്കുറിച്ച് അതായത് ഇവർ പല കാര്യങ്ങളും പഴയ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും ചെയ്തുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടുതലും ഈ ഒരു വ്യക്തി ഇപ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഇപ്പോൾ ശരിയായ വഴിയിലാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി യോഗ്യതയുള്ള ഒരു വ്യക്തിയാണോ, അതുപോലെ തന്നെ പാസ്റ്റ് ചെയ്ത ചില കുറ്റബോധം അതാണ് പ്രധാനമായിട്ടുമുള്ളത്. പാസ്റ്റ് മിസ്റ്റേക്സിന്റെ കുറ്റബോധം അവരെ വളരെയധികം അലട്ടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇവർ ഈ ഒരു സമയത്ത് അതായത് അവർ ചെയ്ത എല്ലാ തെറ്റുകളിൽ നിന്നും ഒരു തിരിച്ചറിവുണ്ടായി അതിൽ നിന്നും പുറത്തോട്ട് വരുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി സ്വയം വിലയിരുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പഴയ കാര്യങ്ങളും ചെയ്തു പോയ കാര്യങ്ങളെയും കുറിച്ച് വളരെയധികം വിലയിരുത്തുന്ന ഒരു എനർജി കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ടുണ്ട്. എന്തായാലും ആ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിന് കുറച്ച് സമയം എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ അത് ട്രൂത്ത് ബേസ്ഡ് ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചൊന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് കുറച്ച് സത്യങ്ങൾ അറിയുവാനായിട്ട് സാധിക്കും. അത് ഈ ഒരു വ്യക്തി തന്നെ നിങ്ങളോട് പറയുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സത്യങ്ങളെല്ലാം നിങ്ങളോട് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു പ്രതികരണം, അതൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സത്യങ്ങളെല്ലാം നിങ്ങളോട് പറയുവാനായിട്ടുള്ള ഒരു ധൈര്യം ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ശേഖരിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി കുറച്ച് അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് നമുക്കിവിടെ ഫോർ വൺസ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കാണുമ്പോൾ ഇവിടെ സന്തോഷം, അതുപോലെ തന്നെ ശാന്തി, സന്തോഷം ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് തന്നെയാണ് അവരെ ഭയപ്പെടുത്തുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങളെ അവർക്കിനി സന്തോഷിപ്പിക്കുവാൻ കഴിയുമോ, അതായത് ഭാവിയെക്കുറിച്ച് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഒരു ഭയമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഇവർക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഭാവിയെക്കുറിച്ചൊരു പ്രഷർ ഉള്ളതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ കഴിയുമോ, നിങ്ങളെ നല്ല രീതിയിൽ നോക്കുവാൻ കഴിയുമോ,
എന്നൊക്കെയുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അവർ പിന്നോട്ട് പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അടുത്ത് നമുക്കിവിടെ ഹെർമിറ്റ് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ ഇവിടെ അവർ അവരുടേതായ ആ ഒരു എല്ലാത്തിൽ നിന്നും ആ ഒരു സോഷ്യൽ ലൈഫിൽ നിന്നൊക്കെ കുറച്ചകന്ന് അവരുടേതായ ഒരു ലോകത്ത് ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു ഹെർമിറ്റ് പറഞ്ഞു തരുന്നത്. ഒറ്റയ്ക്കിരുന്ന് കൂടുതലായിട്ട് ചിന്തിക്കുന്നു. അതാണ് ഇപ്പോൾ അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവിടെ നിങ്ങളെ അവർ അവോയ്ഡ് ചെയ്യുന്നത് അതായത് അവരുടെ റിയാലിറ്റി ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നതിനാലാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവർ ഒറ്റയ്ക്കിരുന്ന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് എന്ത് തന്നെ ആയാലും നിങ്ങളോട് ഇഷ്ടം എല്ലാം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒരു സ്നേഹമൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും കുറച്ചൊരു ഡിലേ ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഡിലേ ഉണ്ടായാലും എല്ലാ കാര്യങ്ങളും ശരിയായി വരുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് സമയത്തേക്ക് നിങ്ങളും ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായി വരുമെന്ന് നമുക്കിവിടെ എനർജി പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത് വളരെയധികം മെച്ചുവറായ, അതുപോലെ തന്നെ ഏത് കാര്യത്തിനും സത്യസന്ധമായ, സ്റ്റേബിളായ ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരോട് വളരെയധികം സ്നേഹമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തെറ്റുകളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്, സത്യസന്ധതയുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെയുള്ളൊരു രീതിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയെ അവർക്ക് അർഹതയുണ്ടോ എന്നുള്ളൊരു എല്ലാ തരത്തിലുമുള്ളൊരു ഭയം അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ എന്ത് തന്നെ ആയാലും വളരെയധികം ബഹുമാനത്തോടു കൂടിയൊക്കെയാണ് ഈ ഒരു വ്യക്തി കാണാനായിട്ട് നമുക്കിവിടെ ഈ ഒരു ക്യൂൺ ഓഫ് പെന്റക്കിൾസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുഴുവനായിട്ട് നോക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, ഈ ഒരു വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നത് ഒരിക്കലും നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടല്ല. ഇവിടെ അവരുടെ ഭയങ്ങൾ, അതുപോലെ തന്നെ ചില പഴയ ചില കാര്യങ്ങളെ ഓർത്തുള്ള കുറ്റബോധം, അതുപോലെ തന്നെ ഇവിടെ സെൽഫ് ഡൗട്ട്, അതുപോലെ ഓവർ തിങ്കിങ്, അതുപോലെ ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മാനസികമായിട്ടൊക്കെ വളരെയധികം ക്ഷീണിതരാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ആള് നിങ്ങളെക്കുറിച്ച് അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്കിവിടെ മെയിൻ റീസൺ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ. അല്ലാണ്ട് ഒരിക്കലും നിങ്ങളോട് ഇവിടെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടോ അല്ല എന്നാണ് നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നത്. എന്ത് തന്നെ ആയാലും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു സംസാരം, നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലാകുമെന്ന് കാണിക്കുന്നുണ്ട്. ക്ലാരിറ്റി, ട്രൂത്ത്, ഇതൊക്കെ സ്ലോ ആയി നിങ്ങളുടെ ബന്ധത്തിലോട്ട് വരുമെന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. എന്ത് തന്നെ ആയാലും അവർ നിങ്ങളിലേക്ക് അവരുടെ ആ ഒരു ഹീലിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങളിലേക്ക് തിരികെ വരുമെന്നാണ് നമുക്കിവിടെ കാർഡ്സുകൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.